ഭർത്താവിൻ്റെ നോട്ടം സഹിക്കാനാകാതെ മുത്തശ്ശി തുകിനയുടെ അരികിലെത്തി. "മോളെ, നീ ഇവിടെ എന്തെടുക്കുന്നു? ഭയങ്കര തിരക്കിലാണല്ലോ. ഇവിടെയെങ്ങും നിന്റെ അമ്മയെ കണ്ടില്ലല്ലോ. അവളെവിടെ?" "അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മുത്തശ്ശി." "ഞങ്ങൾ വന്നിട്ട് നേരമായിട്ടും കണ്ടില്ലല്ലോ." "അമ്മയ്ക്ക് ധാരാളം പ്രാർത്ഥിക്കാനുണ്ടാവും. സാധാരണ ഇത്ര സമയം ആകാറില്ല. അച്ഛന് സുഖമില്ലല്ലോ. അമ്മയുടെ സങ്കടങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയോടെ അപേക്ഷിക്കുന്നുണ്ടാവും." "എനിക്ക് പ്രാർത്ഥനാ മുറി കാണാൻ സാധിക്കുമോ മോളെ?" "കാണാമല്ലോ." തുകിന പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെയും കൂട്ടി പ്രാർത്ഥനാ മുറിയിലെത്തി. മുത്തശ്ശി പ്രാർത്ഥനാ മുറിയുടെ വാതിൽക്കലെത്തി. അവർ മുട്ടുകുത്തി കൈവെള്ള തറയിൽ ചേർത്തു. ശിരസ് തറയിൽ തൊട്ട് ദൈവത്തെ നമസ്കരിച്ചു. നിസ്കരിച്ച പോലെ തുകിന പൂജാമുറിയിൽ കയറി. തുകിനയുടെ സാമീപ്യം അറിഞ്ഞ് സുമ കണ്ണു തുറന്നു. കർപ്പൂരം ഒഴിഞ്ഞ് പൂവ് അർച്ചിച്ച് തുകിനയ്ക്ക് ദീപം തൊട്ടു തൊഴാൻ തുടങ്ങും മുമ്പേ സുമ ദീപം തൊട്ടു. മകളുടെ നെറുകയിൽ തൊട്ടവൾ പ്രാർത്ഥിച്ചു, "എൻ്റെ മോൾക്ക് നല്ലത് വരുത്തണേ ദൈവമേ." അപ്പോഴാണ് വാതിൽക്കൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന മുത്തശ്ശിയെ കണ്ടത്. മുത്തശ്ശി തല ഉയർത്തി. എഴുന്നേൽക്കാൻ സുമയും തുകിനയും സഹായിച്ചു. തട്ടത്തിൽ ദൈവാരാധനയാൽ ആരതി ഒഴിഞ്ഞ കർപ്പൂര ദീപം ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ ദീപം മുത്തശ്ശി തൊട്ട് 2 കണ്ണിലും വച്ചു. ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, "എനിക്കൊരു അമ്പലത്തിൽ വന്ന പ്രതീതിയുണ്ട്." "മുത്തശ്ശി എപ്പോൾ വന്നു?" സുമയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, "ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറായിട്ടുണ്ടാവും അല്ലേ മോളെ?" മുത്തശ്ശി തുകിനയോട് ചോദിച്ചു. തുകിന ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. "നിങ്ങളെല്ലാവർക്കും ചായ എടുക്കട്ടെ?" സുമ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി. പിന്നാലെ മുത്തശ്ശി ഫ്ലാസ്കിൽ നിന്ന് ചായ പകരുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, "എൻ്റെ മോൾ നിഖില ഡൈവേഴ്സ് ചെയ്യും ഭദ്രനെ. അങ്ങനെയാണ് എൻ്റെ മോളെ അവൻ സങ്കടപ്പെടുത്തുന്നത്. അവൾ സങ്കടപ്പെടുന്നത് കാണാനും വലിയ ബുദ്ധിമുട്ടാണ്." മുത്തശ്ശിക്ക് ചായ പകർന്നു അവരുടെ കയ്യിൽ കൊടുത്തു. "ഞാനിവിടെ ഇരിക്കാം മോളെ, നീ അവിടെ പൊയ്ക്കോളൂ." സുമയെ പറഞ്ഞയച്ചു വാതിൽക്കൽ നിന്ന തുകിനയോട് മുത്തശ്ശി പറഞ്ഞു, "മോളെ, നിന്നെ പെട്ടെന്ന് കെട്ടിക്കൊണ്ടു പോകും ഗോവിന്ദ്. അവൻ കല്യാണ തീയതി നീട്ടണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോൾക്ക് വേണ്ടി എന്തെല്ലാം അവൻ ഒരുക്കുന്നു എന്നറിയോ? നിഖിലയ്ക്ക് എപ്പോഴും അവൻ്റെ വിളിയും വീഡിയോ കോളുമാണ്. അറിയോ നിനക്ക്? നീ ഭാഗ്യവതിയാണ് മോളെ. നിന്റെ ഇഷ്ടത്തിനൊത്ത് അവൻ സ്നേഹം കൊണ്ട് കൊട്ടാരം പണിയുന്നുണ്ട്." വീട്ടിലെ ഗോവിന്ദിൻ്റെ റൂം കാണിച്ച് മുത്തശ്ശി പറഞ്ഞു. ഫോണിലൂടെ ഗോവിന്ദിൻ്റെ ബെഡ്റൂം കണ്ടവൾ ഞെട്ടി. തുകിന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സർവാഭരണ ഭൂഷിതയായ ഒരു ഫോട്ടോ. ഇതെവിടെ നിന്ന് കിട്ടി? അവൾ ആലോചിച്ചു. കുറച്ചകലെ ഗോവിന്ദും ഒരു കൈ അകലത്തിൽ. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മേക്കപ്പ് ഐറ്റങ്ങൾ എല്ലാം. പിന്നെയുമല്ല ഡ്രസ്സിംഗ് സെക്ഷൻ വേറെ. ഇതെല്ലാം കണ്ടോ? അവന് വലിയ ഇഷ്ടമാണ് നിന്നെ. നിന്റെ അച്ഛനും അയച്ച ഫോട്ടോകളെല്ലാം എൻ്റെ മോൻ കണ്ടു. അവൻ പ്രേമികനായി നടക്കുകയാണ്." മുത്തശ്ശി ഓരോന്നും പറയുമ്പോഴും അവൾ വിനുവിന് തന്നോടുള്ള സ്നേഹവും കൊണ്ടാവും അച്ഛൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതെന്ന് അവൾ ഓർത്തു. അച്ഛൻ ഗോവിന്ദിൻ്റെ കാര്യം പരിഗണിക്കില്ല എന്നുറച്ചു. അവർ നിർവികാരമായി നിന്നു. എല്ലാം കേട്ടുനിന്ന അവൾ അമ്മുമ്മ പറഞ്ഞത് ശ്രദ്ധിക്കാതെയായി. "മുത്തശ്ശി," അമ്മ പറഞ്ഞു, "അവൻ സിവിൽ എഞ്ചിനീയറാണ്. M.Tech ആണ് മോളെ." "നീയോ?" മുത്തശ്ശി തുകിനയെ തൊട്ടു വിളിച്ചു. അവൾ നിസ്സംഗഭാവത്തോടെ ചോദിച്ചു, "ഞാനും M.Tech സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. മോൾക്ക് വേണമെങ്കിൽ ജോലിക്കും പോകാം. നിഖില കോളേജ് പ്രൊഫസറാണ്." മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. പറയാൻ തോന്നിയില്ല. അവൾ ഈ അമ്മുമ്മയെ നോക്കി. പറയുന്നതെല്ലാം കേൾക്കേണ്ടേ? നിസ്സഹായാവസ്ഥ അവൾക്കുണ്ടായി. അവൾ ആലോചിച്ചു, വിനീഷയും വിനുവും എവിടെ എത്തിയിട്ടുണ്ടാവും? ഇവരൊക്കെ ഒന്ന് പോയെങ്കിൽ എന്നവൾ ചിന്തിച്ചു. മുത്തശ്ശി ഓരോന്നും സന്തോഷത്തോടെ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. സുമ കൊണ്ടുവന്ന ചായ ഭാസ്കരൻ നായരും നിഖിലയും എടുത്തു കുടിച്ചു. റാംമോഹൻ്റെ കയ്യിൽ സുമ ചായ ഭദ്രമായി പിടിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സുമയോട് ഭാസ്കരൻ നായർക്ക് അഭിമാനം തോന്നി. നിഖില സുമയോട് പറഞ്ഞു, "സുമ വന്നല്ലോ ഏട്ടാ, കല്യാണ തീയതി നമുക്ക് ഉറപ്പിക്കണം." റാംമോഹൻ സന്തോഷത്തോടെ സുമയോട് പറഞ്ഞു, "അടുത്തു വരുന്ന നല്ല മുഹൂർത്തത്തിൽ കല്യാണം മോടിയായി ഗംഭീരമായി നടത്താം അല്ലേ സുമേ?" സുമ ചിരിച്ചു. ഒപ്പം കണ്ണു നിറഞ്ഞു. നിഖില പറഞ്ഞു, "ആനന്ദാശ്രുക്കൾ." നിഖില സുമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നമ്മളെല്ലാവരും ഒന്നല്ലേ മോളെ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഒരുമിക്കണം." അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സുമയുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു.